സെയിൽസ് എടുക്കുന്ന ജോലിയല്ല, സെയിൽസ് കൊടുക്കുന്ന ജോലിയാണ്. ഡെവലപ്പ് ദ ഗിവിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽ നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ പ്രധാനമായി 2 കാരണങ്ങളാണ്. ഫിയർ ഓഫ് റിജക്ഷനാണ് ഒരു പ്രധാന കാരണം. ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ റിജക്ഷൻ ഒരിക്കലും നിങ്ങളെ അലട്ടില്ല. അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സെയിൽസ്മാൻ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഒരു സെയിൽസ്മാൻ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പ്രൈസ് ഫാക്ടറിനെ കുറിച്ചാണ്. എന്താണ് പ്രൈസ് ഫാക്ടർ? പ്രൈസ് എങ്ങനെയാണ് സെയിൽസിൽ ബാധിക്കുക? പ്രൈസ്, ക്വാളിറ്റി, സർവീസ്. റിസർച്ചുകൾ പറയുന്നത് ഈ 3 എണ്ണത്തിൽ 2 എണ്ണം നിങ്ങൾ പെർഫെക്റ്റായി കൊടുത്താൽ കസ്റ്റമർ 3ാമത്തതിൽ കോംപ്രമൈസ് ചെയ്തുകൊള്ളും. സെയിൽസ് എന്ന് പറയുന്നതിൽ പ്രധാനമായി ഇളക്കേണ്ട ഒരു 7 KPI പറയാം. KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയും. എന്താണ് 80-20 പ്രിൻസിപ്പിൾ? എന്താണ് ബാർഗൈനിങ്? എന്താണ് നെഗോസിയേഷൻ? എക്സ്പീരിയൻസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദെൻ ദ പ്രോഡക്റ്റ് എന്ന് പറയും. എന്താണ് കസ്റ്റമർ അക്വിസിഷൻ? പുതിയ കസ്റ്റമറെ ആർജിക്കുക, അതാണ് കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുക. എന്താണ് കസ്റ്റമർ റിട്ടൻഷൻ? നിങ്ങളടുത്ത് ഒരിക്കലും ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങിച്ചിട്ട് പിന്നീട് അദ്ദേഹം ഒരിക്കലും വരുന്നില്ലെങ്കിൽ അത് എന്തൊക്കെ കാരണങ്ങളായിരിക്കും, എത്ര ശതമാനമായിരിക്കും ആ കാറ്റഗറി മികച്ച സെയിൽസ്മാൻമാർ കൊണ്ടു നടക്കുന്നത്? 11 സ്ട്രാറ്റജീസ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം.